ആ സമയത്താണ് മദീനയുടെ വഴിയോരത്ത് ഒരു ഉമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാ. വേദനിക്കുന്ന മനസ്സുമായി നിറകണ്ണുകളോട് ഒരു ഉമ്മ ഇരിക്കുകയാണ്. പ്രായമേറെയായ ഉമ്മയാണ്. ആ ഉമ്മയെ കാണുകയാണ് ലോകത്തിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മദീനയിലാണ്. മദീനയിലൊരു വഴിയോരത്ത് മഹ്മൂദർ പോകുന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂൽ മദീനയുടെ വഴിത്താരകളിലൂടെ നടന്നു പോകുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിലേക്ക് ഒരു കാഴ്ച കാണുകയാണ്. ആ വഴിത്താരയിലൂടെ നടന്നു പോകുമ്പോ വിറകുമായി വഴിയുടെ ചാരത്ത് ഇരിപ്പാണ് പാവമൊരു ഉമ്മാമ. ആ ഉമ്മ ഇങ്ങനെ ഒരു കെട്ട് വിറകുമായി ഒരു വഴിത്താരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇടയിലൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കടന്നു മദീനയുടെ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ഒരു പ്രായമുള്ളൊരു ഉമ്മ ഒരു വഴിയിൽ ഇങ്ങനെ ഇരിക്കുക. അവരുടെ അടുക്കൽ ഒരു കെട്ട് വിറകും ഇരിക്കുക. അമ്മയ്ക്ക് അത് ചുമന്ന് കൊണ്ടുവന്ന ഉമ്മയാണ്. ക്ഷീണം കൊണ്ട് അവരിങ്ങനെ ഇരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ കാഴ്ച ലോകത്തിന്റെ മുത്ത് റസൂൽ സഹിച്ചില്ല. പ്രവാചകൻ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ റസൂൽ ആ കാലഘട്ടത്തിൽ പ്രബോധനം തുടങ്ങുന്നതേ ഉള്ളൂ. പ്രവാചകനെ ആളുകൾ കളവാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് മകളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. ഉമ്മ കാര്യം പറഞ്ഞു, മകനെ ഇത് വിറവ് കെട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ഞാൻ. അള്ളാഹുവിന്റെ റസൂൽ തന്റെ ചുമലിലേക്ക് എടുത്തു വെച്ചു. റിസാലത്തിന്റെ ശരീരത്തിന്റെ മുകളിലേക്ക് ആ ഉമ്മയുടെ വിറക് കെട്ടെടുത്ത് തോളിലേറ്റിക്കൊണ്ട് ചുമന്നുകൊണ്ട് ആ ഉമ്മയുടെ വീട്ടിലേക്ക് നടന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനയിലേക്ക് ഒഴുകണം. അള്ളാഹു സ്വലാത്തിലൂടെ നമ്മെ സ്വീകരിക്കട്ടെ, സ്വർഗത്തിലെത്തിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂൽ തൻ്റെ വീട്ടിലേക്കല്ല, പ്രവാചകൻ വഴിയിൽ കണ്ട ഒരു മാതാവ്. നമ്മൾ ശ്രദ്ധിക്കണം. പ്രായമേറെയായ ഒരു ഉമ്മയുടെ അടുത്തിരിക്കുന്ന ഒരു കെട്ട് വിറകെടുത്ത് റിസാലത്തിന്റെ സ്വർഗം കണ്ട പ്രവാചകൻ, നരകം കണ്ട പ്രവാചകൻ, അർശും കുരിശും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്ത സ്വർഗത്തിൽ നാളെ ഉദ്ഘാടനം ചെയ്യുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ റിസാലത്തിന്റെ തോളിലേക്ക് എടുത്തു വെച്ചു. ആ ശരീരത്തിലേക്ക് തറയിൽ നിന്ന് വിറകെടുത്തു വെച്ചു. ഉമ്മ, നിങ്ങൾ നടക്കുമ്പോൾ വഴി കാണിച്ചു തരാൻ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനും പ്രായമേറെയായ ഉമ്മയും ഇങ്ങനെ നടന്നു നീങ്ങുകയാണ്. നടന്ന അവസാനം അല്ലാഹുവിന്റെ റസൂൽ ആ ഉമ്മയുടെ വീട്ടിലെത്തി. ആ ഉമ്മയുടെ വീട്ടിലേക്ക് ലോകത്തിന്റെ നേതാവ് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ ആ ഉമ്മയുടെ വീട്ടിലേക്ക് തന്റെ തോളിലിരിക്കുന്ന വിറകതായി ഇറക്കി വെച്ചു കൊടുക്കുന്നു മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഉമ്മ പറയുകയാണ്, മോനെ നീ പോകല്ലേ മോനെ, നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും ഞാൻ നിനക്ക് എന്തെങ്കിലും ഞാൻ തരാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മാകത്തേക്ക് പോവുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ലോകത്തിന്റെ മുത്ത് റസൂൽ ലോകത്ത് കാണിച്ചു തന്ന കരുണയുടെ സ്പർശമാണ്, കാരുണ്യത്തിന്റെ സ്പർശമാണ്. തലോടലുകളായി സ്നേഹം, ഒരു തലോടലുകളായി തണൽ വിരിച്ച നബി മുഹമ്മദ് മുസ്തഫ, ആ പാവങ്ങളെ സഹായിച്ച നബി മുഹമ്മദ് മുസ്തഫ, ആരുമില്ലാത്തവർക്കെല്ലാമായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ ആ ഉമ്മയുടെ വീട്ടിലേക്ക് വിറക് കൊണ്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് ആ ഉമ്മയുടേതായ വീട്ടിൽ നിന്ന് ലോകത്തിന്റെ മുത്ത് റസൂൽ ഇങ്ങനെ തിരിച്ച് യാത്ര തിരിക്കാൻ തുടങ്ങുകയാ. ആ സമയത്താണ് വിളി വരുന്നു. വീടിനകത്ത് നിന്നുമ്മ വിളിക്കുകയാണ്, പോകല്ലേ മകനെ, പോകല്ലേ മോനെ, നിനക്കു ഞാനൊരു ഉപദേശം തരാം, നിനക്കു ഞാനൊരു ഉപദേശം തരാം. എന്താണ് ഉമ്മ എന്ന് മുത്ത് റസൂൽ ചോദിക്കുകയാ. ആ സമയത്ത് ഉമ്മ പറയുകയാണ്, മോനെ, ഈ നാട്ടിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുണ്ട് മോനെ, മുഹമ്മദ് എന്ന് പേരുള്ള ഒരു പുതിയ മതവുമായി ഒരാൾ വന്നിട്ടുണ്ട് മോനെ, നീ അവന്റെ ചതിയിൽ വീഴല്ലേ പൊന്നു മോനെ എന്ന് ആ വയോവൃദ്ധയായ ഉമ്മ ഓർമ്മപ്പെടുത്തുകയാ. ആ സമയത്ത് മുത്ത് റസൂലിന്റെ മുഖത്ത് പുഞ്ചിരി വിടരുകയാ. ലോകത്തിന്റെ മുത്ത് റസൂൽ, ആദരവായ പ്രവാചകന്റെ റിസാലത്തിന്റെ മുഖത്ത് റസൂലുള്ളാഹിയുടേതായ പുഞ്ചിരി അതാ ചുണ്ടിൽ വിടരുകയാണ്. ഉമ്മയോട് പറയുന്നു, ഉമ്മ, നിങ്ങൾ പറഞ്ഞ മുഹമ്മദ് ആരെന്നറിയുമോ ഉമ്മ? അത് ഞാനാണ് ഉമ്മ. ആ പുതിയ മതവുമായി വന്ന മുഹമ്മദ് എന്ന് നിങ്ങൾ പറഞ്ഞ വ്യക്തി, അത് ഞാനാണ് ഉമ്മ എന്നു നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ ഉമ്മ അത്ഭുതപ്പെട്ടു പോയി, മോനെ, പൊന്നു മോനെ, നിന്നെയാണോ ആളുകൾ കുറ്റം പറഞ്ഞത്, പരിഹസിച്ചത്, കളവാക്കിയത്? മോനെ, നീ അൽ അമീനാണ് മോനെ, നീ ആളുകൾക്ക് ആശ്വാസം പകരുന്നവനാണല്ല മോനെ, കരുണയുടെ തലോടലുകൾ മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്നതാണല്ല മകനെ, നീ ആശ്വാസം പകർന്നു കൊടുക്കുന്നവനാണല്ല മോനെ, ഞാൻ വിശ്വസിക്കുകയാണടാ. നിന്നെയാണോ ആളുകൾ കളവാക്കിയതെങ്കിൽ ഞാൻ പറഞ്ഞത് നീയാണെങ്കിൽ മോനെ, ആ മുഹമ്മദ് നീയാണെങ്കിൽ മോനെ, നിന്നെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വയോവൃദ്ധയായ ഒരു മാതാവ് പോലും അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ആ കരുണയുടെ മുമ്പിൽ പതറിപ്പോയെങ്കിൽ സഹോദരങ്ങളെ, കരുണയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹ് പറഞ്ഞതാണ് നബിയേ, അങ്ങ് വമാ അർസൽനാക, അങ്ങേ നാം അയച്ചിട്ടില്ല നബിയേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും അങ്ങ് കാരുണ്യമാണ് നബിയേ, അങ്ങ് കരുണയാണ് നബിയേ, അങ്ങ് കരുണയുടെ സ്പർശം പകർന്നു കൊടുക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു തന്നെ പറഞ്ഞു.